ഡോക്ടർ ഷഹീൻ ഷാഹിദ് ഉൾപ്പെടെ 5 ഡോക്ടർമാർ നമ്മുടെ രാജ്യത്ത് പല സ്ഥലങ്ങളിലായി പല സംസ്ഥാനങ്ങളിലായി നടത്താൻ പദ്ധതിയിട്ട സ്ഫോടന പരമ്പരകളുടെ ഒരു ഭാഗമാണ് ഡൽഹിയിൽ റെഡ് ഫോർട്ടിനരികെ ഇന്നലെ ഉണ്ടായത്. 26 ദിവസങ്ങൾക്ക് മുൻപ് ജമ്മു കാശ്മീരിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കിട്ടിയ ചില വിവരങ്ങളിൽ നിന്നും ജമ്മു കാശ്മീരിലെ സർക്കാർ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടർ അദീലിനെ ജമ്മു കാശ്മീർ പോലീസ് ഒക്ടോബർ 27 അറസ്റ്റ് ചെയ്തു. ഇയാളുടെ പക്കൽ നിന്നും ഒരു AK-47 റൈഫിലും പോലീസ് കണ്ടെടുത്തു. ഈ അദീലിൽ നിന്നും കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചാണ് മറ്റൊരു ഡോക്ടറായ ഡോക്ടർ മുസമിൽ ഷക്കീലിനെ നവംബർ 9 ഡൽഹി പോലീസ് ഫരീദാബാദിൽ നിന്നും 2900 കിലോ സ്ഫോടക വസ്തുക്കളും തോക്കുകളുമായി അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ഇതേ ദിവസം ഡോക്ടർ ഷഹീൽ ഷാഹിദിനെയും അറസ്റ്റ് ചെയ്തു. ഇതിനുശേഷം ഡൽഹിയിൽ ഇന്നലെ നടന്ന സ്ഫോടനത്തിലെ മുഖ്യ സൂത്രധാരനും സൂയിസൈഡ് ബോംബറുമെന്ന് പോലീസ് സംശയിക്കുന്ന ഡോക്ടർ ഉമർ മുഹമ്മദിനെ പോലീസ് തിരയുന്നു. ഇതോടെ തങ്ങളുടെ പദ്ധതികൾ പാളിപ്പോയെന്നും ഏത് നിമിഷവും പിടിക്കപ്പെടാമെന്നുമുള്ള പാനിക്കിലാണ് ഡോക്ടർ ഉമർ ഇന്നലെ 9 പേരുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനം നടത്തിയത്. ഇന്ന് ജമ്മു കാശ്മീരിൽ നിന്നും ഈ കൂട്ടത്തിൽ 5ാമതെന്ന് സംശയിക്കപ്പെടുന്ന ഡോക്ടർ സജാദിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരെല്ലാം ജെയ്ഷെ മുഹമ്മദ് എന്ന തീവ്രവാദ സംഘടനയുടെ അനുയായികളാണ്. 2016 പത്താൻകോട്ട് എയർഫോഴ്സ് ബേസ് അറ്റാക്കും ഉറി അറ്റാക്കും 2019 40 CRPF ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ട പുൽവാമ അറ്റാക്കും ഉൾപ്പെടെ നടത്തിയ ജെയ്ഷെ മുഹമ്മദുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നവർ.